ഇന്നേ ഒരു പാളിപ്പോയ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും നല്ല ഭംഗിയിലുള്ള കേക്കും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ അല്ലേ നിങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇത് ഈ ഡെക്കറേഷൻ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ സ്റ്റാറ്റസ് പോലും വെക്കാത്ത ഒരു കേക്കാണിത്. ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഗ്യാലറിയിൽ ഇങ്ങനെ കിടന്നപ്പോൾ അപ്ലോഡ് ചെയ്യാനിങ്ങനെ തോന്നി. മറ്റുള്ളവർ കൂടി കാണട്ടെ നമ്മളെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കൂടെ അല്ലേ. ഇതൊരു ½ kg കേക്കാണ്. വൈഫ് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യുന്നൊരു കേക്കായിരുന്നു. അപ്പോൾ റെഫറലൊക്കെ നമ്മുടെ കസ്റ്റമർ തന്നെ തന്നതായിരുന്നു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു ടാസ്ക് വന്നത്. പക്ഷേ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എന്താ എന്നറിയില്ല, ആ ഒരു സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാനേ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് കസ്റ്റമർ ഡെലിവറി ചെയ്യാൻ പറഞ്ഞ ആ ഒരു സമയത്താണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അത് പിന്നെ എനിക്ക് സ്ട്രെസ്സുമായി. നമ്മൾ കസ്റ്റമർ പറഞ്ഞ സമയമായല്ലോ, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണ് എൻ്റെ മൈൻഡിൽ മൊത്തം. അതുകൊണ്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ ലൈന് വരയ്ക്കുന്നത് ശരിയായില്ല. പിന്നെ ഞാനത് ശരിയാക്കാൻ വേണ്ടി അവിടെ കട്ട് ചെയ്ത് പിന്നെ ഈ ലൈന് വരച്ചു കൊടുത്ത് ആ ഒരു സമയത്ത് എന്തോ ഒരു വിറയലൊക്കെ. അത് നമ്മൾ കസ്റ്റമർ പറഞ്ഞ ഒരു സമയത്ത് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അവർ കയ്യിൽ കേക്ക് എത്തിക്കാൻ പറഞ്ഞൊരു സമയത്താണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്താലും എത്ര ഭംഗിയുള്ള കേക്ക് ചെയ്താലും അത് ശരിയാവില്ല. കാരണം നമ്മളെ മൈൻഡിൽ മൊത്തം അതായിരിക്കും. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഹസ്ബൻഡ് പിന്നെ ഡാഡ് എന്നൊക്കെയുള്ള ആ ഒരു റൈറ്റിംഗ് ഒക്കെ എഴുതി. പക്ഷേ എനിക്കെന്തോ ആ ഒരു റൈറ്റിങ് ഇഷ്ടമാകാത്തതുകൊണ്ട് ഞാനത് ചുരണ്ടിയെടുത്ത് പിന്നെ എഴുതാൻ തുടങ്ങി. പക്ഷേ രണ്ടാമത്തതിൽ ചതിച്ചു. പൈപ്പിംഗ് ബാഗിൽ നിന്ന് ഫുള്ളായിട്ട് ക്രീം പുറത്ത് വന്ന് പിന്നെ അതും ഞാൻ ചുരണ്ടിയെടുത്ത്. ഇതൊക്കെ ആ ഒരു സമയമില്ലാത്ത സമയത്താണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എഴുതിയെടുത്ത്. എന്തായാലും കോലക്കേടായി. ഇനി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, കസ്റ്റമർക്ക് എന്തായാലും കൊടുക്കണമല്ലോ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി. പിന്നെ ഹേർഡ് ഷേപ്പ് വരച്ച്. സാധാരണ ഹേർഡ് ഷേപ്പ് വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായി കിട്ടുന്നതാ. പക്ഷേ എന്തോ ഇന്ന് കൊളായി. എന്തായാലും നമ്മുടെ കസ്റ്റമർ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.